എന്നും പല്ല് തേക്കണം. അപ്പൊ പല്ലൊന്നും തേക്കാറില്ലേ? തേക്കാറുണ്ട്. പിന്നെന്താ ഇല്ലേ? ഇവിടെ വീട്ടുകാരൊക്കെ പറയുന്ന കംപ്ലൈന്റ് അത്. ഈശ്വരാ. ഇപ്പൊ ചിരിക്കാമോ? ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് പല്ലേക്ക. എടാ ഇതൊക്കെ അവര് റെക്കോർഡ് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്യും. ഒരു മേക്ക് ബിലീഫ് ആണെന്നാണ് അവളുടെ ഡയലോഗ്. എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഇനി നൂറിന്റെ ടേൺ ആണ്. ഫുഡ് ഉണ്ടാക്കി തരണം എന്ന്. ഫുഡ് ഉണ്ടാക്കി തരണമെന്ന്. ഓക്കെ, അല്ല ചിരിക്കാൻ ചിരിച്ചു, പക്ഷെ ചിരിച്ചു. ചോദിച്ചോണ്ട് ഞാൻ ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഞാനും അങ്ങനെ നേരത്തെ മറുപടി പറഞ്ഞു. അല്ലേ? അല്ലല്ല, ഇത് അത്ര ചിരിച്ചില്ലായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം. ഒരു എക്സ്പ്രഷൻ ചേഞ്ച് പോലും ഇല്ല. നീ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കണം. കുളിക്കാറില്ലേ? അല്ലെങ്കിൽ ഉണ്ടാ? എനിക്ക് എന്നും നൊങ്ങു സർബത്ത് കുടിക്കാൻ പോണം. നമുക്ക് സർബത്ത് ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഒരു പ്രത്യേകതരം സർബത്താണ്. അതെന്നും കുടിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. എന്ത് പറഞ്ഞാലും സമ്മതിച്ചിരുന്നു. സാധിക്കുന്ന ഒരു നൊങ്ക് സർബത്തല്ലേ ചിരിച്ച്. എന്തൊരു സ്നേഹമല്ലേ അത് തൊടിക്കുന്ന. ഈ ഗെയിം ഞങ്ങള് വളരെ വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഗെയിമിലേക്ക് കിടക്കാണ്. അടുത്ത ഗെയിമാണ് എന്ത്? അക്ഷരം ഗെയിം, റൗണ്ട് വേർഡ് ഗെയിം. അതായത് ഞാൻ ഗെയിം കളിക്കാൻ കുറച്ച് അതെ അലമ്പാക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു അക്ഷരം പറയും. പിന്നെ ഞാൻ എന്ത് ആൻസർ ചോദിച്ചാലും ആ അക്ഷരം വെച്ചേ പറയാവുള്ളൂ. സത്യമാണെന്നൊന്നുമില്ല. പേരെന്താന്ന് വെച്ചാൽ ബിദുൻ എന്ന് പറയാം. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ആദ്യം നമുക്ക് ഫൈമനോട് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ അക്ഷരം വാ. അപ്പൊ ഞാൻ ചോദിക്കാണ്, പേരെന്താണ്? നാടെവിടാണ്? വടക്കഞ്ചേരി. നാളെ ഏതാണ്? അങ്ങനെ ഒരു നാളുണ്ട്. ടിക് ടിക് 1, ടിക് ടിക് 2, മറ്റേ ടിക് ടിക് 3. തോറ്റു. തോക്കുമ്പോ നമ്മള് വിശാഖം. വിശാഖം. ഓ അമ്മോ, ഗെയിം റൗണ്ടിലൊക്കെ നൂറിന്റെ ആ കഴിവ് തെളിയിച്ചു. ഓക്കെ, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് നൂറിന് അടുത്ത അക്ഷരം പറയാം. സാധനം. നാടെവിടാ? താമരശ്ശേരി. നാട്ടിലാരുണ്ട്? താത്ത. ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ പേരെന്താ? തുളസി. ഓ, തുളസി എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരനൊക്കെ ഉണ്ടോ? ഓക്കെ, ഹണിമൂൺ എവിടെ പോണെന്നാണ് ആഗ്രഹം? തായ്ലൻഡ്. അമ്പോ, അത് ശരി. നാളേതാ? തിരുവാതിര. രക്ഷയില്ലാട്ടവൻ. നാട്ടിലെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേരെന്താ? ത്രിവിക്രമൻ. എവിടെ നിന്ന് കിട്ടുന്നടാ? തുളസി, ത്രിവിക്രമൻ, അപ്പു എന്നൊക്കെ പറഞ്ഞ. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ? തിങ്കളാഴ്ച